ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ. അപ്പോൾ ഫ്രൈഡേയിലേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇന്ന് എനിക്ക് വന്ന എൻട്രീസും ആ എൻട്രീസ് ഞാൻ പഞ്ച് ചെയ്തപ്പോൾ ഉള്ള ലോജിക്കിൻ്റെയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ഹൈലി നമ്മുടെ വീക്ക്ലി വ്യൂവിൽ നമ്മൾ ബുള്ളിഷ് അല്ലായിരുന്നു. നമ്മൾ ഒരു മൈൽഡ് ബുള്ളിഷ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെയറിഷ് സ്ട്രക്ചറിൻ്റെ ഒരു പുൾ ബാക്ക് എന്ന രീതിയിലുള്ളൊരു ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ കാര്യം ഒന്ന് സ്കിപ്പ് ചെയ്യാം. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ നോക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും നമ്മൾ മോസ്റ്റ്ലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോ എന്ന് പറഞ്ഞാൽ വീക്ക്ലി അനാലിസിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വീക്ക്ലി പെർസ്പെക്റ്റീവിൽ നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേയോ സൺഡേയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഇന്നലത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസും ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ നല്ല എൻട്രീസും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള 2 ലെവൽസ് ആയിരുന്നു. അപ്സൈഡിലോട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 23 to 113 എന്ന് പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ മാർക്കിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡിലോട്ട് എൻട്രി ഫോക്കസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതേപോലെ ഈ ഒരു 23,110 എന്ന് പറഞ്ഞ ലെവലിൻ്റെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഫർദറായിട്ട് ഡൗൺ സൈഡിലോട്ട് മൂവ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് മോസ്റ്റ്ലി ഇന്ന് എൻട്രി വന്നത് ഈ ഒരു ഏരിയയിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇന്നലെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തൊരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന ഗ്യാപ്പ് ചെറുതോ വലുതോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് മാർക്കറ്റിലുണ്ടെങ്കിൽ അവിടെ നെക്സ്റ്റ് ടൈം മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെ അവിടെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പിലോട്ട് ഇന്ന് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അതേപോലെ എത്തിയ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ബ്ലാക്ക് ക്യാൻഡിലാണ് എന്ന് പറഞ്ഞാൽ റെഡ് ക്യാൻഡിൽ. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരു റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്ന ക്യാൻഡിൽ ഈ ഒരു ഏരിയയിൽ വന്നു. ഈ ഒരു ഏരിയ വരെ വിക്ക് പോയതിന് ശേഷം ഈ അപ്സൈഡിൽ വന്ന് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാൻ എൻട്രി എടുത്തില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് തന്നെ പിന്നെയും എത്തിയപ്പോൾ ഞാൻ എൻട്രി എടുത്തു. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ലെവൽ വെക്കാം. അതല്ലെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് ഈ ഒരു ലെവലിൻ്റെ താഴെയൊക്കെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം എൻട്രി പ്ലേസ് ചെയ്തത്. അതേപോലെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ഒരു ലെവലും നെക്സ്റ്റ് കമ്മിങ് ടാർഗറ്റുകളായിട്ട് നമ്മൾ ഇതിൻ്റെ അപ്സൈഡിലോട്ടുള്ള ലെവലുകൾ നമ്മൾ ഫോക്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതായിരുന്നു നോർമലി നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെയിൻ ട്രേഡ് നമുക്ക് വന്നത്. നമുക്ക് ഓൾമോസ്റ്റ് 160 പോയിൻറ്റ്സ് അടുപ്പിച്ച് മാർക്കറ്റ് അപ്സൈഡിലോട്ട് നമുക്ക് 160 പോയിൻറ്റ്സ് അടുപ്പിച്ച് മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് വന്നു. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിരുന്നെങ്കിൽ ഇനിയും ഫർദർ അപ്സൈഡിലോട്ട് മൂവ് തരാനുള്ള പോസിബിലിറ്റി നമുക്കുണ്ടായിരുന്നു. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലോട്ട് എത്തും. പക്ഷേ ഈ എത്തുന്ന ടൈമിൽ മാർക്കറ്റിന് ഏതൊരു ഏരിയയിൽ നിന്നും സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻസ് കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ കാണിച്ചു. മാർക്കറ്റ് ഞാൻ മോസ്റ്റ്ലി എക്സിറ്റ് ആയത് ഇവിടെ നമുക്കൊരു RSIയിൽ നമുക്കൊരു ഡൈവേർജൻസ് കാണിച്ചായിരുന്നു. ഞാൻ മോസ്റ്റ്ലി ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാത്തതാണ്. RSI ഇൻഡിക്കേറ്റർ നമുക്ക് കുറച്ചും കൂടി ഒരു എൻട്രി പർപ്പസിനല്ല നമ്മൾ എക്സിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ അപ്സൈഡിലോട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു RSI ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൺഫർമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ബ്ലൈൻഡ്ലി അതിനെ മാത്രം ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിനെ മാത്രം ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുന്നത് മോസ്റ്റ്ലി റീറ്റെയിലേഴ്സിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് പോകാനാണ്. എന്ന് പറഞ്ഞാൽ മോർ ലിക്വിഡിറ്റി അവർക്ക് കിട്ടണം. ഇപ്പോൾ ഒരു ബയ്യർ അവർക്കൊരു ഏരിയ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പെർസ്പെക്റ്റീവിൽ അവർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡൗൺ സൈഡിൽ നിന്ന് എടുത്ത പൊസിഷൻസ് അവർക്ക് സെല്ല് ചെയ്യുമ്പോൾ അത് വാങ്ങാൻ കുറച്ച് ആൾക്കാർ വേണം. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് മോസ്റ്റ്ലി കൂടുതൽ ആൾക്കാർക്ക് അവിടുന്ന് ബൈ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഡൗൺ സൈഡിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ എടുത്ത ആൾക്കാർ ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് കഴിയുന്ന സമയത്ത് അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്ക് ഔട്ടിന് വേണ്ടിയുള്ള അൾട്ടിമേറ്റ് എയിം ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് ഡൗൺ സൈഡിൽ നിന്ന് വേഴിച്ച കാര്യങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ അവിടെ
ബൈ ചെയ്യാൻ കുറച്ച് ആൾക്കാർ വേണം. അപ്പോൾ ആ ഒരു ബൈ ചെയ്യാൻ കുറച്ച് ആൾക്കാരെ മാർക്കറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത്, മാർക്കറ്റ് മാത്രമല്ല ഈ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് റീറ്റെയിലേഴ്സ് തന്നെ ഓക്കെ നമുക്കിപ്പം എൻട്രി എടുക്കാം, ഇപ്പം നല്ല മൂവ്മെൻറ്റ്സ് വരും, കാരണം ബ്രേക്കൗട്ട് തന്നു, മേജറായിട്ടുള്ളൊരു ബ്രേക്കൗട്ട് സംഭവിച്ചു മാർക്കറ്റിൽ. അപ്പോൾ നോർമലി അങ്ങനെ എടുക്കാതെ ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ട്രേഡ് എടുത്താൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ആക്യുറസി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഏകദേശം 160 പോയിൻറ്റ്സ് വരെ മാർക്കറ്റ് വന്നു. നമ്മൾ ഫസ്റ്റ് ഹാഫ് ക്വാണ്ടിറ്റി ഈ ഒരു ഡൈവേർജൻസ് കാണിച്ച് ഈ ഒരു ഏരിയയിൽ നമ്മൾ എക്സിറ്റ് ചെയ്തു. സെക്കൻഡ് ഹാഫ് ക്വാണ്ടിറ്റി ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളൊരു അപ്സൈഡിലുള്ള ട്രേഡിൽ നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇവിടെ ഒരു ഡൈവേർജൻസ് കാണിച്ചതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഡൈവേർജൻസ് ഒന്ന് കാണിച്ചു തരാം. RSI സ്ട്രെങ്ത് ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഞാൻ കറക്റ്റ് കുറച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരു സ്മോളർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ഏരിയയിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കാണാൻ പറ്റുന്നത്? ഈ ഒരു പ്രൈസ് ഈ ഒരു ഏരിയയിലോട്ട് പോയപ്പോൾ അപ്പ് സൈഡിലോട്ടാണ് മൂവ്മെൻറ്റ്സ് തന്നത്. അപ്പോൾ ആ പ്രൈസിൻ്റെ ഏരിയയിൽ തന്നെ RSI നമുക്ക് എന്ത് വന്നു? RSI ഈ ഒരു ഏരിയയിൽ നിന്ന് ഏതൊരു ഏരിയയിലോട്ടാണ് RSI പോയത്? ഡൗൺ സൈഡിലോട്ടൊരു ഏരിയയിലോട്ടാണ് RSI പോയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് RSI ഡൈവേർജൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ RSIയുടെ സൈഡിലോട്ടായിരിക്കും മാർക്കറ്റ് മോസ്റ്റ്ലി മൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പ്രൈസ് അപ്പ് സൈഡിലോട്ട് കാണിച്ചാലും RSIയുടെ സൈഡിലോട്ട് മാർക്കറ്റ് മോസ്റ്റ്ലി മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. RSI കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് RSI ഇൻഡിക്കേറ്റർ, അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാവും. അല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ RSI ഇത്രയും ബാൻഡിന് താഴെ പോയി കഴിഞ്ഞാൽ ബൈ ചെയ്തോ, ഇത്ര ബാൻഡിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ഓവർ പ്രൈസ് ആണ് സെല് ചെയ്യുക, അതിൻ്റെ പുറകിലെ ലോജിക്ക് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് RSI പറ്റി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലെവലിലായിരുന്നു ഫസ്റ്റ് ക്വാണ്ടിറ്റി നമ്മൾ എക്സിറ്റ് ചെയ്തത്. സെക്കൻഡ് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തത് എപ്പോഴാണ്? ഈ ഒരു ലെവൽ, ഈ ഒരു RSIയുടെ ഡൗൺ സൈഡിലോട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മളുടെ സെക്കൻഡ് ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യും. ഇവിടെ ഒരു RSI ഡൈവേർജൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് മോസ്റ്റ്ലി ബെയറിഷ് ആവാനുള്ള വ്യൂ ആണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു ലോയെ ബ്രേക്ക് തന്നത്. അപ്പം തന്നെ മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നതിന് ശേഷം മാർക്കറ്റ് റിയാക്ട് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് തന്നെ നിന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മളൊരു എൻട്രി എടുത്തു. അത് ഏകദേശം കറക്റ്റ് 1:2 നമ്മൾ എടുത്തുള്ളൂ. കാരണം എന്താണ്? മാർക്കറ്റ് ഇത്രയും അപ്സൈഡിലോട്ട് മൂവ് തന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് തിരിച്ച് അപ്സൈഡിലോട്ട് മൂവ് തരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ എക്സാക്ട്ലി 33 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചു. കറക്റ്റായിട്ടുള്ള 1:2 ടാർഗറ്റിൽ 66 പോയിൻറ്റ്സ് നമുക്ക് ടാർഗറ്റായിട്ട് കിട്ടി. നമ്മൾ ഓപ്ഷൻസിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെൽറ്റ വാല്യൂ ഒക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 33 പോയിൻറ്റ്സ് ആണ് നമുക്ക് ഓപ്ഷൻസിൽ മൂവ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ട്രേഡ്സ്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസും നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള കാര്യവും നമുക്ക് നോക്കാം. ഹായ് ഓൾ, അപ്പോൾ നമ്മളെ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ലെവൽസ് ഇതൊക്കെയാണ്. നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് കറക്റ്റായിട്ട് ഒരു 23,344 ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല കുറച്ച് രീതിയിൽ എന്ന് പറഞ്ഞാൽ വളരെ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് തരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലാതെ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് നാളെ ഡൗൺ സൈഡിലോട്ടാണ് പുഷ് വരുന്നതെങ്കിൽ ഈ ഒരു ഏരിയാസ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ നിന്ന് ക്യാൻഡിൽസ് എങ്ങനെയാണ്, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇവിടെ ക്യാൻഡിൽസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യുക. ഇവിടെ മോസ്റ്റ്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് മോസ്റ്റ്ലി ഈ ഒരു ലെവലിലോട്ട് എത്താനും, ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ താഴോട്ട് എത്താനും, ഈ ഒരു ലെവലിൻ്റെ താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്താൽ കൂടുതൽ ഡൗൺ സൈഡിലോട്ട് വരാനുള്ള ചാൻസസും മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. ഇനി അപ്പ് സൈഡിലോട്ട് നിങ്ങൾ ടാർഗറ്റ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു 30 മിനിറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അതിന് മുകളിൽ വരുന്ന സ്വിങ്സ് ഒക്കെ നമുക്ക് ടാർഗറ്റ്സ് ആയിട്ട് വെക്കാൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒക്കെ ഏരിയയിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് റിജക്ഷൻ കാണിച്ചേക്കുന്ന ഏരിയാസാണ്. അപ്പോൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ട്രേഡ്സുകൾ പഞ്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻസ് ആയിട്ട് ഇടാവുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ടെലിഗ്രാം ഗ്രൂപ്പ് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.